നമുക്കിന്നൊരു ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാമേ. അതിനുവേണ്ടി ഞാനൊരു കോളിഫ്ലവർ ഇങ്ങനെ ഓരോ നിതളകളായിട്ട് ഇങ്ങനെ മാറ്റിയെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അടർത്തിയെടുത്തതിന് ശേഷം നല്ലതായിട്ട് 2-3 വെള്ളത്തിൽ കഴുകി അതിനുശേഷം ഞാനൊരു വെള്ളത്തിനകത്തോട്ട് ഒന്ന് തിളപ്പിച്ച് വേവിച്ച് കൊടുക്കുവാണേ. വേവിക്കുന്ന മീൻസ് ജസ്റ്റ് ചൂടുവെള്ളത്തിലിട്ടൊന്ന് എടുക്കുവാണേ. കോളിഫ്ലവർ തിളച്ച് വരുന്ന അതിനകത്തോട്ട് ഞാനൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആ കോളിഫ്ലവർ ഒന്ന് ഹാഫ് വെന്ത് വന്നിട്ടുണ്ട്. അന്നേരം ഞാൻ സ്ട്രെയിനറിലോട്ടിട്ടൊന്ന് അരിച്ചു കൊടുത്തേ. അതിനുശേഷം ഞാൻ ഇതിനു വേണ്ടി ഒരു മിക്സർ ഉണ്ടാക്കുവാണേ. അതിന് വേണ്ടി 1 സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഒരു നുള്ള് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഓൾറെഡി നമ്മൾ അതിനകത്ത് എടുത്ത് വേവിച്ചുകൊണ്ട് കുറച്ചേ ഇടുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് വേണം ഇട്ട് കൊടുക്കാം. ശേഷം നമ്മുടെ വേവിച്ച് വെച്ച കോളിഫ്ലവർ ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പാൻ വെച്ച് കൊടുത്ത് അതിനകത്തോട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കുണ്ടാക്കിയ ആ മിക്സ്ചർ ഉണ്ടല്ലോ, നമ്മൾ ആ കോളിഫ്ലവറിനകത്ത് കോൺഫ്ലോറും എല്ലാം ഇട്ടില്ലേ, അത് സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാമേ. ഞാൻ ആ മിക്സ്ചറിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ മറന്നുപോയി. അതുകൊണ്ട് അതെല്ലാം ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാമേ. നമ്മുടെ കോളിഫ്ലവർ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് കോരിയെടുക്കാമേ. അതൊന്ന് വഴന്ന് വന്നപ്പോൾ ഞാൻ അതിനകത്തോട്ട് 1 സ്പൂൺ ടൊമാറ്റോ സോസ്, 1 സ്പൂൺ ചില്ലി സോസ്, 1 സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ 1 സ്പൂൺ കോൺഫ്ലോർ വെള്ളത്തിനകത്ത് ചൂടാക്കി ഡൈല്യൂട്ട് ചെയ്ത് അതുകൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓരോ സ്പൂൺ വീതം വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചില്ലി സോസും സോയാ സോസും പിന്നെ ടൊമാറ്റോ സോസും കൂടെ. എന്നിട്ട് നല്ലതായിട്ട് അടച്ച് വെച്ചൊന്ന് വേവിക്കുവാണേ. കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുമ്പ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണേ. നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണേ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.